pour out your Spirit, pour out your Spirit, pour out your Spirit on me. Amen. Jesus, pour out your Spirit, pour out your Spirit, pour out your Spirit on me. Father, pour out your Spirit, pour out your Spirit, pour out your Spirit on me. Amen. Hallelujah. Oh, hallelujah, hallelujah, hallelujah. Amen. Hallelujah, hallelujah, hallelujah. Hallelujah, glory, hallelujah, hallelujah. Amen. Aradhana, aradhana. Ishve aradhana, 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 aradhana. Aradhana, aradhana, aradhana. Hallelujah, hallelujah, hallelujah. Hallelujah, glory, aradhana, aradhana. Hallelujah, 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 hallelujah. എല്ലാ കണ്ണുകളും അടയ്ക്കാം. കർത്താവേ, ഞാൻ ഈ വിശുദ്ധമായ ദിവസം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ ദിവസത്തിൽ ഇതാ ദൈവമേ, ഞാനും അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അവിടെ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ. കർത്താവേ, അവിടുത്തെ വലിയ വാഗ്ദാനമുണ്ട്. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 18:20. When 2 or 3 of you gather in my name, I will be in the midst of them. I will be there among them. That is the promise. എൻ്റെ നാമത്തിൽ 2-3 അവർ ഒന്നിച്ച് കൂടുന്നിടത്ത് ഞാൻ എൻ്റെ മധ്യത്തിൽ ഉണ്ടായിരിക്കും. അതെ, യേശു ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട്. നാം ഈ ലോകത്തിൻ്റെ അതിരുകൾ വരെ ഉണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, യേശു അവിടെ എല്ലാം ഉണ്ട്. Wherever you are, the Lord is there among you. In the midst of you, the Lord is there. കർത്താവ് അവിടെയുണ്ട്. യേശു അവിടെയുണ്ട്. നിന്റെ ഭവനത്തിലുണ്ട്, നിന്റെ ദേശത്തുണ്ട്, നിന്റെ രാജ്യത്തുണ്ട്, നിന്റെ ഭൂഖണ്ഡത്തിലുണ്ട്. കാരണം അവനാണ് എല്ലാത്തിൻ്റെ സൃഷ്ടാവ്. അവിടുന്ന് എല്ലാത്തിൻ്റെ ഉടയവനായ ദൈവം, ശക്തനായ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, യഹോവയായ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, the true living God, ജീവിക്കുന്ന യേശുവിന്റെ ദൈവം. അവിടുന്ന് എല്ലായിടത്തുമുണ്ട്. അവിടുന്ന് സർവ്വവ്യാപിയാണ്. ഇതാ ഇന്ന് നമുക്ക് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം പരിശുദ്ധ കന്യാമറിയത്തിൽ പ്രത്യാശ വെച്ച് മറിയത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണ് സ്പിരിറ്റ് ജീസസിന്റെ മക്കള്. ആയതുകൊണ്ട് ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിലൂടെ you will be blessed, you will be blessed, you will be blessed. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം ഇന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. കർത്താവ് നിന്നെ വിടുവിക്കുന്ന ദിവസമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇത് നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. രണ്ടായിരം വർഷം മുമ്പ് കർത്താവായ യേശു കുരിശിൽ മരിച്ചപ്പോൾ നശിപ്പിച്ച് കളഞ്ഞ സാത്താന്റെ ആധിപത്യം, അവന്റെ അധികാരങ്ങളെല്ലാം യേശു നശിപ്പിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി സുവിശേഷം 28:18 യേശു പറഞ്ഞു, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വെളിപാട് പുസ്തകം 1:18 കർത്താവ് പ്രഖ്യാപിച്ചു, ഇതാ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. I hold the keys of death and hell. Book of Revelation 1:18. That Jesus declared, I hold the keys of death and hell. Because by dying on the cross, Christ destroyed the power of the enemy. He destroyed the dominion of the devil. And Jesus said, now I have the power, I have the authority. It is not the devil. It is not the devil. Today I hold the power and authority. I am the authority, Jesus Christ. യേശു നേടിയെടുത്ത വിജയം പിശാചിന്റെ മേല്, നരകത്തിന്റെ മേല്, മരണത്തിന് മേല് യേശു നേടിയെടുത്ത വിജയത്തെ മനുഷ്യൻ വീണ്ടും നശിപ്പിച്ചു കളഞ്ഞു. അവന് ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ, the Holy Spirit was given to all. Before the death and resurrection of Christ, the Holy Spirit was not given to all, but the Spirit of God was given to certain people, only to the prophets and servants of God.
The Spirit of God was not given to all, but after the resurrection of Christ, from the day of the Pentecost, Father in heaven poured out His Spirit too upon everyone, and He gave the blessing to everyone to receive the Holy Spirit by the blood of Christ. ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എല്ലാവരും ദൈവം അനുവദിച്ചു, എല്ലാവർക്കും ദൈവം വഴി തുറന്നു കൊടുത്തു. പക്ഷെ മനുഷ്യൻ, they became unfaithful, they became disobedient to the word of God, they rejected the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറഞ്ഞു, വേദനിപ്പിച്ചു. അവർ അവരുടെ പഠനങ്ങളിൽ ആശ്രയിച്ചു. ലോകത്തിലുണ്ടായ വികാസങ്ങള്, ശാസ്ത്രീയമായ വളർച്ചകള് മനുഷ്യനെ അഹങ്കാരിയാക്കി മാറ്റി. അതിനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി. തങ്ങളാണ് വലുത്, തങ്ങളുടെ പഠനങ്ങളാണ് വലുത്, തങ്ങളുടെ അറിവുകളാണ്, തങ്ങളുടെ കണ്ടുപിടുത്തമാണ് വലുത് എന്ന് അവർ വിചാരിച്ചു. ഭോഷന്മാരായി മാറി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ അവരെ തള്ളിക്കളഞ്ഞു. They rejected the Holy Spirit. They rejected the commandments of God. They rejected the word of God. They rejected the voice from the Holy Spirit. And they listened to the voice of the devil, the enemy. ദൈവത്തെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ അഹങ്കാരിയായി, അവൻ പാപിയായി മാറി. വീണ്ടും പാപത്തിലേക്ക് അവൻ പോയി. നോക്കണമേ, ഇന്ന് ലോകം ചെന്ന് നിൽക്കുന്ന അവസ്ഥ എവിടെയാ, എത്ര വലിയ നാശത്തിലാണ്. ഗേ മാരേജ്, സ്വവർഗ വിവാഹങ്ങൾ, ലോകമെല്ലാം അത് നിയമസാധുത കൊടുത്തുകൊണ്ട് പിശാചിന്റെ വലിയ വ്യാമോഹം, വലിയ പദ്ധതികൾ നടപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞു. സഭ പോലും അത് അംഗീകരിച്ചു. ജർമ്മൻ സഭ ദേവാലയങ്ങളിൽ വെച്ച് സ്വവർഗഭോഗികളുടെ എന്ന് പറഞ്ഞാൽ സ്വവർഗഭോഗത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ദൈവത്തിന് എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ വെച്ച് അവർക്ക് വേണ്ടി കുദാശകൾ നടത്തി കൊടുത്തു. പൗരത്വത്തെ എത്രയോ ഹീനവും നിന്ദ്യമായ രീതിയിലാണ് ആ ജർമ്മൻ സഭയിലെ പുരോഹിതന്മാർ അവഹേളിച്ചത്. എത്രയോ നിന്ദ്യമായ രീതിയിലാണ് അവർ ക്രിസ്തുവിന്റെ നാമത്തെ അവഹേളിച്ചത്. ഏത് പാപത്തിനു വേണ്ടി സൊദോം ഗൊമോറ ശിക്ഷിക്കപ്പെട്ടുവോ അതേ പാപത്തെ ഇന്ന് സഭയ്ക്കുള്ളില്, സഭയുടെ ഭാഗമാക്കി വെച്ച് അവർ ആരാധിക്കാൻ തുടങ്ങി. അത്ര അധികമായി, അത്രമാത്രം പാപത്തിന്റെ പിശാചിന്റെ ഭരണം ഇന്ന് സഭയുടെ മേൽ ഉണ്ട്. നാം തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ സഭയുടെ മേൽ ഇന്ന് ഏറ്റവും അധികമായി സാത്താന്റെ ആധിപത്യമുണ്ട്. വളരെ വ്യക്തമാണ്. ഇന്ന് ലോകം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി, കൊറോണ വൈറസ്, ദിസ് പാൻഡമിക്, എന്തുകൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയത്? എന്തുകൊണ്ട് ഇത്രമാത്രം പുരോഹിതന്മാര്, ഇത്രമാത്രം മെത്രാന്മാര്, കർദിനാൾമാര്, പോപ്പ്, അതുപോലെ എത്രയോ സഭകൾ ലോകത്തിലെല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ കൊറോണയെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റാതെ പോയത്? എവിടെ യേശു കൊടുത്ത ശക്തി? 28:18 യേശു പറഞ്ഞതാ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അയാൾ നിങ്ങൾ പോയി സകല ജനതകളെ ശിഷ്യപ്പെടുത്തുവിൻ. ശിഷ്യപ്പെടുത്താനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകത്തിന്റെ ശക്തിയില്, ഈ അധികാരത്തിന്റെ ശക്തിയില് സകല ജനതകളുടെ മേൽ നിങ്ങൾ വിജയം ഭരിക്കണം. ഇതാ പാമ്പുകളെയും തേളുകളെയും നിങ്ങൾ ബന്ധിച്ച് കീഴ്പ്പെടുത്തണം. പിശാചുകളെ പുറത്താക്കാൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ എല്ലാ അധികാരവും അപ്പോസ്തലന്മാർക്ക് കൊടുത്തില്ലേ? ഒരു അത്തിമരത്തെ, അതിൽ അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ടും അത്തിമരത്തെ ശപിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അത് അഗ്നിയാണെന്ന് കാണിച്ചു കൊടുത്തു അപ്പോസ്തലന്മാർക്ക്, ശിഷ്യന്മാർക്ക് എല്ലാം അവിടുന്ന് പഠിപ്പിച്ചതാണ്. അതേ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ സഭയിലേക്ക് വന്നു. എവിടെ പരിശുദ്ധാത്മാവ്? എവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികള്? ഇന്ന് ലോകം നശിക്കുക. എത്രയോ മനുഷ്യരാണ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരി ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ട്. പറയുക, തൻ്റെ ഭർത്താവ് കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. കുറേ ദിവസങ്ങളായി യാതൊരു കുറവുമില്ല. ന്യൂമോണിയ ബാധിച്ചു. ഓക്സിജൻ ലെവൽ കുറവാണ്. അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഡോക്ടർമാർ പറഞ്ഞാൽ ക്രിട്ടിക്കലാണ്. അതിനെ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ആ മനുഷ്യൻ മരിച്ചു. ആ സ്ത്രീ പറയാണ്, എന്നോട് പറയും, ബ്രദർ, എനിക്ക് എങ്ങനെയും എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം. ഞാൻ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. 4 കുഞ്ഞുങ്ങളുണ്ട്.
പ്രിയമുള്ളവരെ, ആ മനുഷ്യന്റെ മരണത്തിൽ ഞാൻ ചിന്തിക്കാൻ ഇടവ, ദൈവമേ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾക്ക് അപ്പന്മാര് നഷ്ടപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾക്ക് അമ്മമാര് നഷ്ടപ്പെട്ടു, എത്രയോ കുടുംബങ്ങളിൽ സഹോദരന്മാർ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. എത്ര കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്, സാമ്പത്തികമായി തകർന്നു പോയിട്ടുണ്ട്. ഈ രോഗത്തിലൂടെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാതെ പിടിച്ചുകിട്ടാനാവാ അത്രമാത്രം വലിയ ശക്തമായ രീതിയിലാണ് ഈ രോഗത്തിന്റെ മഹാമാരിയുടെ കടന്നാക്രമണം. മനുഷ്യർ ഭയന്ന് ജീവിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ അനാഥമായി പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, സഭയ്ക്ക് എല്ലാ അധികാരവും ദൈവം കൊടുത്തതാണ്. പോപ്പ് മുതൽ ഇങ്ങോട്ട് ഒരു പുരോഹിതന് വരെ അധികാരമുണ്ട്. ഏത് സാധാരണയും ബന്ധിക്കാൻ, ഏത് പിശാചിനെ പുറത്താക്കാൻ, ഏത് മഹാമാരിയെ പിടിച്ചുകിട്ടാൻ അധികാരം കൊടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി? എന്തുകൊണ്ട്? ഇതാണോ യേശുക്രിസ്തു നേടിത്തുന്ന രക്ഷയെന്ന് പറയുന്നത്? സഭയെന്ന് പറയുന്നത് പ്രസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യമായിട്ട് മാറണം. ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടണം. ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യർ ജീവിക്കണം. ഓരോ പുരോഹിതനും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ജീവനാണ്, അത് ശക്തിയാണത്. ആ വിശുദ്ധ കുർബാന വഴി ഒഴുകി വരുന്ന ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ശക്തിയും അത് മനുഷ്യർക്ക് അനുഭവവേദ്യമായി തീരണം. ഇന്നെല്ലാം വെറും സാധാരണ ജീവിതത്തിന്റെ ഭാഗം മാത്രമായിട്ട് മാറിപ്പോയില്ലേ? വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യര് തങ്ങൾ കണ്ടനുഭവിച്ചറിയുന്ന കാര്യങ്ങളിൽ കിട്ടുന്ന തകർച്ചകൾ അവരെ അകറ്റിക്കൊണ്ടുപോകുന്നത്, ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്, നഷ്ടപ്പെടുന്ന യേശുവിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിന് കാരണം സഭയില്, മനുഷ്യരില്, കുടുംബങ്ങളില്, ലോകത്തില് കടന്നു വന്ന സാത്താന്റെ വലിയ സ്വാധീനമാണ്, ആധിപത്യമെന്നാണ് ഞാൻ പറയുന്നത്. ശത്രുവിന്റെ ഭരണമാണ് ഭൂമി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയുണ്ട് സമാധാനം? ഏത് കുടുംബങ്ങളുണ്ട് സമാധാനം? ഏത് ദേശത്തുണ്ട് സമാധാനം? പരസ്പരം പോരടിക്കുന്ന, കൊലവിളി നടത്തുന്ന മനുഷ്യരാണ് ഇവിടെയും. കലാപങ്ങളും യുദ്ധങ്ങളും നമ്മൾ കാണുന്നു. ലോകത്തിൽ നമ്മൾ കാണുന്നു ഇന്ന് ഉണ്ടാകുന്ന ജലപ്രളയങ്ങള്, കാട്ടുതീയ്, എത്രയോ ശക്തമായ രീതിയിലാണ് ലോകത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ, നാശത്തിന്റെ ശക്തികൾ ലോകത്തെ ഭരിച്ചപ്പോൾ, അതാണ് യേശു പറയുന്ന വചനമുണ്ട്. യോഹന്നാൻ 10:10 വചനം, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. നാശമാണ് സംഭവിച്ചു എല്ലായിടത്തും. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിൽ മനുഷ്യൻ മുന്നോട്ട് പോയാൽ അത് ദൈവത്തിനല്ല അതിൻ്റെ നേട്ടം, സ്വർഗത്തിന് നഷ്ടമാണ്. ശത്രുവിന്, സാത്താനാണ് അതിൻ്റെ നേട്ടം. അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ തടയിടാനായിട്ട്, ഇതിനെ ചെറുക്കാനായിട്ട്, സംഭവിക്കാൻ പോകുന്ന ഈ ഭീകരതകളെ നേരിടുവാൻ ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് പരിശുദ്ധ കന്യക മറിയം മാത്രമാണ്. അത് പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്. പരിശുദ്ധ മറിയത്തെ കൊണ്ട് മാത്രമേ ഈ ഭൂമിയെ, ഈ ലോകത്തെ, ഇന്ന് ഈ ലോകം നശിപ്പിക്കുന്ന സാധാരണയെ പിടിച്ചു നിർത്തുവാൻ സാധിക്കത്തുള്ളൂ. ലോകം തള്ളിപ്പറഞ്ഞ്, മുട്ടത്തോടെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് പരിഹസിച്ച പരിശുദ്ധ കന്യക മറിയത്തെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട്. ഈ ഒരു തിരിച്ചറിവ് എന്നും മനുഷ്യനുണ്ടാകുന്നുവോ അവിടെ ദൈവം വിജയിക്കും. കാരണം അത്രയധികമായി പാപം മനുഷ്യനെ ഭരിക്കുക. ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന വലിയ വെറുപ്പിലും പ്രതികാരത്തിലുമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത് വലിയ വ്യഭിചാരമെന്ന പാപത്തിന്റെ ബന്ധനത്തില്ല, ജഡികമായ പാപത്തിന്റെ ബന്ധനത്തില്ല, മദ്യപാനത്തിന്റെ ബന്ധനത്തിലാണ്. സ്വർഗഭോഗികളും വ്യഭിചാരികളുമായി ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുക. വേറെ കൂട്ടം ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത് ദൈവമില്ലാത്തവരായിട്ട്. അവർക്ക് ദൈവമില്ല, ദൈവമില്ലാത്തവർ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം പൈശാചികമാണ്. എവിടെ നാശമുണ്ടോ അവിടെ സാധാരണമുണ്ട്. കാരണം ഈ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവം
ഓരോ മനുഷ്യ സൃഷ്ടിച്ചവനായ ദൈവം, ആ ദൈവത്തെ മനുഷ്യൻ മഹത്വപ്പെടുത്താതിരിക്കുന്നത് അവനുമേലുള്ള പിശാചിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്, അവൻ ദൈവത്തെ കുറ്റം പറയുന്നത്. വേണ്ട, ഒരു നല്ല വിശ്വാസി എന്ന് വിചാരിക്കുക ആണെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ അവൻ ആദ്യം കുറ്റം പറയും, ദൈവത്തെ കുറ്റം പറയും. കാരണം പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയങ്ങളിൽ കടക്കുന്ന ദൈവത്തിനെതിരെയുള്ള പിശാചിന്റെ സ്വാധീനമാണ്. യേശു പറഞ്ഞ വചനമുണ്ട്, മത്തായി 12:34 വചനത്തിൽ, ഹൃദയത്തിന്റെ തെരുവിൽ നിന്ന് അതിനെ സംസാരിക്കുന്നത്. ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത്. ഒരുവൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉള്ളിൽ കിടക്കുന്ന തിന്മ അവനെ കൊണ്ട് പറയിപ്പിക്കുക. ദൈവനിഷേധത്തിന്റെ ദുരാത്മാക്കള്, ദൈവത്തെ വെറുക്കുന്നതും ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്ന എല്ലാത്തിനും കാരണങ്ങള് അത് മനുഷ്യന്റെ വ്യക്തിത്വമല്ലത്, ആ മനുഷ്യനിൽ കിടക്കുന്ന പൈശാചിക സ്വാധീനമാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്. ദൈവമില്ല എന്ന് പറയുന്നതോ ദൈവത്തെ കുറ്റം പറയുന്നതോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യനിലുള്ള പൈശാചിക സ്വാധീനമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം വിടുതൽ നമുക്ക് ആവശ്യമാണ്. നാം ആരും നശിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നാം ദൈവത്തിന്റെ മക്കളായി ജീവിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോസ്തല പ്രവർത്തനം 1:8 യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നമ്മെല്ലാം വിളിക്കപ്പെട്ടത് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, യേശുവിനെ സാക്ഷികളായിട്ട് ജീവിക്കണം. സാധ്യമല്ലാത്തവണ്ണം ഇന്ന് മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്, മനുഷ്യനെ ഭരിക്കുകയാണ് സാത്താൻ. ചതിയനെ മന്ദിരമായ സാത്താൻ, കൊലപാതകിയായ സാത്താൻ, നുണയനായ പിശാച്, അവനാണ് മനുഷ്യനെ ഭരിക്കുന്നത്. അവന്റെ ഭരണം ഇന്ന് വ്യക്തികളില്, കുടുംബങ്ങളില്, സഭയില്, രാജ്യങ്ങളില്, ദേശങ്ങളില്, എല്ലായിടത്തും അവന്റെ ആധിപത്യമുണ്ട്. അതുകൊണ്ട് ഒരിടത്തും അനുഗ്രഹങ്ങളില്ല. ബൈബിൾ വാഗ്ദാനം നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല. എത്രമാത്രം പ്രാർത്ഥിച്ചാലും ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. വിശ്വാസം ഉള്ളവൻ പറയും, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഒരു അനുഗ്രഹം പോലും പ്രാപിക്കാൻ പറ്റുന്നില്ല. ഒന്നും പ്രാപിക്കാൻ സാധിക്കുമല്ലാത്ത വണ്ണം മനുഷ്യന്റെ മേൽ കിടക്കുന്ന, കുടുംബങ്ങളെ ഭരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങള് തകർക്കപ്പെടാതെ ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നും പ്രാപിക്കാൻ ആർക്കും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവിടെ നീ ആയിരിക്കുന്ന ഈ പടുകുഴിയിൽ നിന്നെ പൊക്കിയെടുക്കുവാൻ, നിന്നെ മേൽ ശത്രു ഉരുട്ടി വെച്ച ഈ ശാപത്തിന്റെ മുഖത്തെ ഒട്ടിച്ചു കളയുവാൻ ശക്തിയുള്ളവളാണ് പരിശുദ്ധ കന്യക മറിയം. ഹല്ലേലൂയ. ആ അമ്മ, യേശുവിന്റെ അമ്മ പരിശുദ്ധ കന്യക മറിയം, നാം കേട്ടു, ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ജ്ഞാനമായ പരിശുദ്ധ മറിയം. അവൾ ജ്ഞാനമാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവള് ഈ ലോകത്തിലെ ഒരു സ്ത്രീയല്ല. മറിയം ഈ ലോകത്തിലെ സ്ത്രീയാണെന്നുള്ള അറിവ് കൊണ്ടാണ് മറിയത്തിന് യാതൊരു പ്രസക്തിയുമില്ലാതെ അവൾ സഹരക്ഷകയല്ല എന്ന് മനുഷ്യർ പറയാൻ കാരണമായിട്ട് തീർന്നത്. വാസ്തവത്തിൽ ഇന്ന് ഈ ആദ്യ സെക്ഷനിൽ കർത്താവിന്റെ ദാസിയുടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എനിക്ക് നിർദ്ദേശം നൽകിയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ ദാസിയിലൂടെ അതേ ദൈവത്തിന്റെ ആത്മാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, ഇത് കേൾക്കാൻ ഇവിടെ ഇരിക്കാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഓരോ ഭവനങ്ങളിലും ദേശങ്ങളിലും മനുഷ്യർ കേൾക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു സമൂഹത്തിന് മുമ്പിലല്ല പ്രസംഗിക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ വചനം ഭൂമിയുടെ അതിരുകൾ വരെയും ചെല്ലുന്നുണ്ട്. ഈ വചനം ഭൂമിയുടെ അതിരുകൾ വരെയും ചെല്ലുന്നുണ്ട്. എല്ലാ സൃഷ്ടികളില്, സകല ദേശങ്ങള്, രാജ്യങ്ങളില്, ഭൂഖണ്ഡങ്ങളില്, ആകാശത്തിലും ഭൂമിയിലും നരകത്തിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ വചനം കടന്നു ചെല്ലുന്നുണ്ട്. കരബലത്താലും സൈന്യബലത്താലുമല്ല, സക്രിയ 4:6 വചനം, കരബലത്താലും സൈന്യബലത്താലുമല്ല, ആത്മാവിന്റെ ശക്തിയാൽ അത്രേ ദൈവം എല്ലാം ജയിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് കരബലവും സൈന്യബലവും ഒന്നും വേണ്ട, 1000 10,000 ഒന്നും വേണ്ട. അവിടുത്തെ പരിശുദ്ധാത്മാവ് ചെയ്ത വീര്യ പ്രവൃത്തികൾ ധാരാളം. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ അതിലവരെയും കൊണ്ട് എത്തിക്കുകയാണ്. മനുഷ്യവരിലേക്ക്, ജീവിക്കുന്നവരിലേക്ക്, ദേശങ്ങളിലേക്ക്, സമുദ്രത്തിലേക്ക്, നരകത്തിലേക്ക്,
എല്ലായിടത്തും ദൈവത്തിന്റെ വചനമാണ് കടന്നു ചെല്ലുന്നത്. അത് ധാരാളം ദൈവത്തിനും മതി. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു ചെറിയ സമൂഹത്തിന്റെ, സ്പിരിറ്റ് ഇൻ ജീസസ് സമൂഹത്തിന്റെ ഈ ഒരു ശുശ്രൂഷ ഈ ലോകത്തിന് മേൽ വിജയം വരിക്കുവാൻ, ദൈവത്തിന് വിജയം വരിക്കാൻ ഇത് ധാരാളം മതി പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവമാതാവ് ഇതിന് മുമ്പ് നിൽക്കുകയാണ്. ഏത് ശത്രുവിനെ തകർക്കുവാൻ ശക്തിയുള്ളവളായ, ഏത് ആധിപത്യങ്ങളെയും പ്രഭുത്വങ്ങൾ തകർക്കുവാൻ ശക്തിയുള്ളവളായ ദൈവമാതാവ് പരിശുദ്ധ കന്യാമറിയം ഞങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അവൾ നയിക്കുന്ന യുദ്ധമാണിത്. സാമ്രാജ്യങ്ങൾ പിടിച്ചെടുക്കപ്പെടും, ശത്രുവിന്റെ കോട്ടകൾ കൊള്ളയടിക്കപ്പെടും. ദൈവത്തിന്റെ ആത്മാവിന് ശക്തി കടന്നു ചെല്ലും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു നിമിഷത്തില് ഏതെല്ലാം ദേശങ്ങളില്, ഏതെല്ലാം ഭവനങ്ങളില്, ഏതെല്ലാം രാജ്യങ്ങളില്, ഏതെല്ലാം ഭൂഖണ്ഡങ്ങളില് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ദൈവം എവിടേക്കെല്ലാം അവിടുത്തെ വലിയ ശക്തി ഇറങ്ങിച്ചെല്ലുമാറാകട്ടെ, അവിടുത്തെ വലിയ മഹത്വം ഇറങ്ങിച്ചെല്ലുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന കൂടമാണ്, ദൈവത്തിന്റെ വചനം അഗ്നിയാണ്. അതിനാൽ ലോകത്തിന്റെ എല്ലാ യുദ്ധങ്ങളിലേക്ക്, ആകാശത്തില്, ഭൂമിയില്, സമുദ്രത്തില്, നരകത്തില് കർത്താവേ അവിടുത്തെ ശക്തി ഇറങ്ങി ചെല്ലുമാറാകട്ടെ, കടന്നു ചെല്ലുമാറാകട്ടെ. ദൈവമേ, ശത്രുവായ പിശാചിന്റെ സാമ്രാജ്യങ്ങൾ പിടിച്ചെടുക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്, അത് ഇരുതല വാളേക്കാൾ മൂർച്ചയേറിയതാണ്. അതെല്ലായിടത്തും കടന്നു ചെല്ലട്ടെ. ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനം കടന്നു ചെന്ന് സകല അടിമകളെയും ബന്ധിക്കട്ടെ, എല്ലാ അശുദ്ധാത്മാക്കളെ പിടികൂടപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, തടവറകൾ തുറക്കപ്പെടട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ, അശുദ്ധാത്മാക്കൾ കീഴടങ്ങട്ടെ. I command you spirits of darkness to surrender in the mighty name of Jesus Christ of Nazareth. Every knee should bend in heaven, on earth and under the earth at the name of Jesus Christ of Nazareth. And every tongue should confess that Jesus Christ is Lord to the glory of God the Father. May that word become flesh now. Amen. Hallelujah. സ്തോത്രം കർത്താവേ. ദൈവത്തിന്റെ വചനം മാംസം ധരിക്കട്ടെ. സ്വർഗ്ഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തെ സകല നാമത്തിനും മേലായ നാമം ഉയർത്തി, അത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള സകലരും മുട്ടുകളും അടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ അധ്വരങ്ങളും ഏറ്റുപറഞ്ഞു വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർ 2:9-10 വചനങ്ങൾ മാംസമായി തീരട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശങ്ങളുടെ മേല്, രാജ്യങ്ങളുടെ മേല് കർത്താവിന്റെ ശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. അപ്പ എല്ലാ അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ തലമുറകളും യേശുവിനെ കീഴടങ്ങട്ടെ. ഇന്ന് പരിശുദ്ധ മാതാവിന്റെ ഈ സ്വർഗ്ഗാരോപണ തിരുനാൾ ദിവസം പരിശുദ്ധ കന്യാമറിയം ലോകമെല്ലാം മഹത്വപ്പെടട്ടെ. എവിടെയെല്ലാം പരിശുദ്ധ മറിയം തള്ളിപ്പറഞ്ഞുവോ, എവിടെയെല്ലാം പരിശുദ്ധ മറിയം അവഹേളിക്കപ്പെട്ടുവോ, എവിടെയെല്ലാം പരിശുദ്ധ മറിയം നിന്ദിക്കപ്പെട്ടുവോ, ലോകത്തിന്റെ നാനാ ഇടങ്ങളിലേക്ക് കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഓ സ്പിരിറ്റിന്റെ അഭിഷേകത്തിന്റെ ശക്തി, ജ്ഞാനത്തിന്റെ ശക്തി കടന്നു ചെല്ലുമാറാകട്ടെ. ദൈവമേ, തടവറകൾ തുറക്കപ്പെടട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ, പിശാച് വിട്ടു മാറട്ടെ, സാത്താൻ വിട്ടു മാറട്ടെ. അടിമകളെ വിട്ടയക്കുക, അടിമകളെ വിട്ടയക്കുക, ആത്മാക്കളെ വിട്ടയക്കുക. അവരെല്ലാം കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ കർത്താവേ. ശത്രുവിന്റെ കോട്ടകളെല്ലാം തകരട്ടെ ദൈവമേ. ഈ തലമുറയിൽ ഭരണം നടത്തുന്ന കഴിഞ്ഞുപോയ തലമുറകളെല്ലാം കീഴടങ്ങട്ടെ. ഒരു മനുഷ്യൻ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കിയാൽ ആ ഇറങ്ങിപ്പോയവൻ തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് അവനെ നശിപ്പിക്കുമെന്ന് കർത്താവ് അവിടുന്ന് മത്തായി സുവിശേഷം 12 അവിടുന്ന് പഠിപ്പിച്ചു. ഒരു അശുദ്ധാത്മാവ് തിരിച്ചു വന്ന് എന്താ സംഭവിക്കുക? എന്നിട്ട് അവിടുന്ന് അവസാനം പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതന്നെയായിരിക്കും അനുഭവം. ഒരു വ്യക്തിയിൽ നിന്നും അശുദ്ധാത്മ പുറത്തായി കഴിഞ്ഞാൽ തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 പേരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ വ്യക്തിയിൽ വീണ്ടും അവൻ പ്രവേശിച്ച് അവനെ അടിമപ്പെടുത്തി അവനെ നശിപ്പിച്ച് കളയുന്നത് പോലെ തന്നെ ഈ തലമുറയിൽ നിന്നും നശിപ്പിക്കാൻ വേണ്ടി പിശാച് വേർപെട്ടു പോയിട്ടുള്ള ആത്മാക്കള്, കഴിഞ്ഞുപോയ 7 തലമുറകളെ നഷ്ടപ്പെട്ടു കിടക്കുന്ന ക്രൂരന്മാരായ സാധാരണ അടിമത്തിൽ കിടക്കുന്ന അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ തലമുറയെ നശിപ്പിക്കുമെന്നാണ് അന്ന് കർത്താവ് പ്രഖ്യാപിച്ച് വെളിപ്പെടുത്തിയത്. കർത്താവെ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുക.
കഴിഞ്ഞുപോയ 7 തലമുറകളുടെ ഭരണമാണ് ഇന്ന് ഈ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തികളില്, കുടുംബങ്ങളില്, ദേശങ്ങളില്, സഭയില് എല്ലായിടും സംഭവിക്കുകയാണത്. നഷ്ടപ്പെട്ട അശുദ്ധാത്മാക്കൾ ഭരിക്കുകയാണ് മനുഷ്യരെ. വിശുദ്ധി പ്രാപിക്കാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ, വചനമനുസരിക്കാൻ പറ്റാതെ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന തലമുറകളെ കീഴടങ്ങ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഈ മഹത്വത്തിന്റെ ദിവസം, ഈ വിജയത്തിന്റെ ദിവസം കൽപ്പിക്കുന്നു. എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. 7 തലമുറകള് കീഴടങ്ങട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. അവിടുത്തെ പരിശുദ്ധമായ രക്തം എല്ലാ ആത്മാക്കളിലേക്ക് ഒഴി ഇറങ്ങുമാറാകട്ടെ ദൈവമേ. യേശുവിന്റെ രക്തം പെരുമഴയായി പെയ്തിറങ്ങി എല്ലാവരും കഴിവപ്പെടട്ടെ. ഹല്ലേലൂയ. തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി.